മീശമാധവൻ അത് എപ്പോൾ ടി വിയിൽ കണ്ടാലും നമുക്ക് അടുത്ത് വരുന്ന ഡയലോഗ് എന്നാന്ന് പറഞ്ഞാലും നമ്മൾ ഇരുന്ന് ആസ്വദിക്കുന്നതാണ്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പെട്ടെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലെയാണ് പിള്ളേച്ചൻ, പുരുഷു, സരസു. അതിൽ ഗായത്രി ചേച്ചീൻ്റെ ഈ ഇടയ്ക്കത്തെ ഇന്റർവ്യൂ അത് വളരെയധികം വൈറലായത്. അപ്പം ഒരാളില്ലെങ്കിൽ ഒരാളില്ല, അതിങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്. അപ്പം ആ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ക്യാരക്ടേഴ്സ് അവരെങ്ങനെയായിരുന്നു ഉണ്ടാക്കി വന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയിലേക്ക്? ഇതില് മീശമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ കള്ളന്റെ ക്യാരക്ടർ ഒരു ഒറിജിനൽ കള്ളൻ സ്പെസിമൻ ഉണ്ടായിരുന്നു. ഒറിജിനൽ വേറൊരു ആളുടെ കഥയുണ്ട്. നിലമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത ഒരു കള്ളന്റെ കഥയിൽ നിന്നാണ് മീശമാധവനുള്ള ഇൻസ്പിറേഷൻ. പക്ഷെ മീശമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒറ്റപ്പാലത്ത് ചാട്ടവാർ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കള്ളൻ ഉണ്ടായിരുന്നു. ചാട്ടവാർ ഉണ്ണിയുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ബോഡി സ്ട്രക്ചർ, അതൊക്കെ തന്നെ അതാണ് ദിലീപിന് വേണ്ടിയിട്ട് അയാളുടെ കോസ്റ്റ്യൂംസ്, ആ സ്റ്റൈലാണ് ദിലീപിന് മീശമാധവനാക്കാൻ നമ്മൾ ചെയ്തത്. പിള്ളേച്ചന് വേണ്ടിയിട്ട് ഞാൻ മോഡൽ ചെയ്തത് ഒറ്റപ്പാലത്ത് വേലായുധൻ വൈദ്യർ എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചെവിയിലെ രോമമൊക്കെ പിള്ളേച്ചൻ്റെ അത് വെച്ചിട്ടാണ് ഹെയർ സ്റ്റൈല്, ചെവിയിലെ രോമമൊക്കെ അങ്ങനെ പുള്ളിയുടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചേട്ടൻ്റെ സിനിമകളെ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾക്ക് ഇപ്പം സലീമേട്ടനെ എടുക്കാൻ പറ്റും. ഇപ്പം സലീമേട്ടൻ വക്കീലായിട്ട് മീശമാധവനിൽ വരുന്നു. അച്ഛനുറങ്ങാത്ത വീട്ടിൽ എൻറ്റയർലി വളരെ ട്രാൻസിഷൻ ഉള്ളൊരു കഥാപാത്രം. അതേ ആള് സ്പാനിഷ് മസാലയിൽ നോവലിസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു ചിലർ നമ്മൾ പറയില്ലേ ടൈപ്പോ കാസ്റ്റ് ചെയ്യുക, ഒരു കോമഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരം കോമഡി കൊടുക്കുക, അല്ലെങ്കിൽ സീരിയസ് ഗുണ്ട ഒരു ആളാണെങ്കിൽ അങ്ങനെ സ്ഥിരം ഒരു ഗുണ്ട. പക്ഷേ ലാൽച്ചൻ്റെ പടങ്ങളിൽ എല്ലാവർക്കും ഇപ്പോൾ ദിലീപേട്ടനെടുത്തായാലും ചാന്തുപൊട്ട്, മീശമാധവൻ എല്ലാം ഇപ്പം സ്പാനിഷ് മസാല നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ഒന്നിനൊന്ന് വേറെ ഭയങ്കരമായ ട്രാൻസിഷൻ വന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ തോന്നുന്നേ? അല്ല, ബേസിക്കലി അച്ഛനുറങ്ങാത്ത വീട് സലീമിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ സലീമിനോട് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സലീമന് നിനക്ക് പ്രാന്തുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അത് ഇത് മമ്മൂട്ടിയൊക്കെ ചെയ്യേണ്ട റോളാണ്, നീ എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിക്കണം, മമ്മൂട്ടി എടുക്കുകയാണെങ്കിൽ ഞാനും വരാം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത് നീയാണ് ചെയ്യേണ്ടത്, നിന്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ. എന്നിട്ട് ബാബു ജനാർദ്ദനൻ അത് എഴുതിയ ആൾ, അദ്ദേഹം സ്കെച്ച് ചെയ്തിരുന്നു ഇവൻ്റെ ഷേപ്പ്. അപ്പം ആ സ്കെച്ചിന് ഭയങ്കര ചായയുണ്ട് സലീമിൻ്റെ. അപ്പോൾ ആ ക്യാരക്ടറാണ് ഫീൽ ചെയ്യുന്നത്. സലീമിൻ്റെ കണ്ണുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സലീമിൻ്റെ കണ്ണിൽ എപ്പോഴും ഇപ്പം ഇത്രയും ഹ്യൂമർ ചെയ്യുന്ന, ഇത്രയും കോമഡി ചെയ്യുന്ന സലീമിൻ്റെ കണ്ണിൻ്റെ ഒരു ബേസിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മെലങ്കളിയാണ്, ദുഃഖമാണ്. ആ കണ്ണുകളിലൊരു ദുഃഖം ഉണ്ടെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അവനൊരു ദുഃഖമില്ല, അവനെ വേറെ എന്തെങ്കിലും വേണ്ടതേനായിരിക്കും ആലോചിച്ചത്. പക്ഷെ അവന്റെ ഫേസിന്റെ ബേസ് എക്സ്പ്രഷൻ ഒരു മെലങ്കളിയാണ് അതിൻ്റെ ഒരു ബേസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോൾ അതാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇവരൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളാണ്, എല്ലാ കാര്യങ്ങളും അറിയാൻ പരസ്പരം. അപ്പൊ ഈ ഒരു ചാലഞ്ച് എങ്ങനെ കൺവിൻസ് ചെയ്തു? ഇല്ല ഇത് ഉറപ്പായിട്ട് ഹിറ്റ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് എവിടുന്നാ വരുന്നത്? ദാറ്റ് വാസ് ഗുഡ് ഓൾഡ് ഡേയ്സ്. അതായത് ഞാൻ ആ തുടർച്ചയായി ചെയ്ത സിനിമകളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ എൻ്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാവും. ചാന്തുപൊട്ട്, അച്ഛനുറങ്ങാത്ത വീട്, ക്ലാസ്മേറ്റ്സ്, അറബിക്കഥ, അങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ഗ്രാഫ് പോകണം. അപ്പം ആ സമയത്ത് ഞാനൊരു ഐഡിയ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചാരൊന്നും പറയാറില്ല, കാരണം അവർ വിശ്വാസമായിരുന്നു. വിജയങ്ങളെപ്പോഴും നിങ്ങൾ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കും. പരാജയങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ സത്യം പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല.